ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം, അഥവാ കൊഞ്ച് റോസ്റ്റ്. ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ്. ഇത് ഒരു 1/2 കിലോ ചെമ്മീനുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്ക് കുറച്ച് മസാല പുരട്ടിയിട്ട് ഒരു 15 മിനിറ്റ് വയ്ക്കണം. ഇനി നമുക്ക് ചെമ്മീനി പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം. ഇതിന് നമുക്ക് 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും വേണം. ഇതിലെ പെപ്പർ പൗഡറിൻ്റെയും മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിക്കനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇപ്പോൾ ഈ അളവിന് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം എരിയുണ്ട് ഇതിന്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണേ. ഈ ഒരു പാകത്തിന് വേണം പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചെമ്മീനും മസാലയും കൂടെ യോജിപ്പിച്ച് ഒരു 15 മിനിറ്റ് അത് നമ്മൾ അടച്ച് സൂക്ഷിച്ച് മാറ്റി വയ്ക്കുക. ചെമ്മീൻ പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. അതിലേക്ക് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുത്തു. ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോൾ ആ സമയത്ത് ഇതൊരു 3 മീഡിയം സൈസിലുള്ള സവാളയാണ്, അത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇത് നമ്മൾ ചെമ്മീൻ പുരട്ടി വെച്ച പാത്രമില്ലേ, അപ്പോൾ അതിനകത്ത് കുറച്ച് മസാല ബാക്കി കാണുമല്ലോ. അപ്പോൾ ഈ മസാലയും ഈ സവാളയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആവുന്ന അത്രയും സമയം നമുക്കൊന്ന് അടച്ചു വെക്കാം. ചെമ്മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാല ഉണ്ടല്ലോ, ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ടുള്ള ആ മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ ചെമ്മീൻ വറുത്ത ആ എണ്ണയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളിക്ക നീളത്തിൽ അരിഞ്ഞത്, പിന്നെ തേങ്ങാക്കൊത്ത്. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന സവാളയില്ലേ, നമ്മൾ മുമ്പേ മാറ്റി വെച്ച് അതിനെ നമുക്ക് ഇതിൽ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. അതായത് നമ്മൾ കൊഞ്ചിനകത്താണെങ്കിലും അത്യാവശ്യം എരി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര എരി മസാലയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, അല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. പിന്നെ
1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കാരണം നമ്മളിത് ഡ്രൈ ആയിട്ടല്ലേ വെക്കുന്നത്. അപ്പോൾ കുറച്ചൊരു നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇച്ചിരി വെള്ളം മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ചെമ്മീനും മസാല എല്ലാം കൂടെ നമ്മൾ അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടെ ഒക്കെ വരുമ്പം ഒന്നും കൂടി ഗംഭീരമാവും നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. അങ്ങനെ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, അത് ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ, അത് നമ്മുടെ ഏരിയയുടെ അനുസരിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടല്ലോ, ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക.